ഭീഷണി തുടർന്നാൽ ചർച്ചയില്ല. ഇറാൻ അമേരിക്ക ഭീഷണി തുടരുകയാണെങ്കിൽ അന്തിമ ആണവക്കരാറിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാനുമായി ഒന്നുകിൽ കരാറിലെത്തുക അല്ലെങ്കിൽ കാര്യങ്ങൾ തീർക്കുക എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് പിന്നാലെയാണ് ഇറാൻ്റെ പ്രതികരണം. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും ആവശ്യമെങ്കിൽ ഏതാനും മണിക്കൂർക്കുള്ളിൽ ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗസയിൽ ഭരണം ഒഴിയുകയാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ സാങ്കേതിക സമിതി അധികാരം കൈമാറാൻ നടപടി തുടങ്ങി. ഈജിപ്തുമായുള്ള അതിർത്തിയായ റഫ ക്രോസിലെ പൂർണ്ണമായും തുറക്കുന്നതോടെ സമിതി ഔദ്യോഗികമായി ഗസയിൽ പ്രവേശിച്ച് ഭരണം ഏറ്റെടുക്കും. നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ NCAG രാഷ്ട്രീയ പാർട്ടികളായി നേരിട്ട് ബന്ധമില്ലാത്ത സ്വതന്ത്രമായ പ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്നതാണ് സമിതി. മുൻ പലസ്തീൻ അതോറിറ്റി ഡെപ്യൂട്ടി മന്ത്രിയും എഞ്ചിനീയറുമായ അലി ഷാബ് അധ്യക്ഷനായ അംഗസമിതിയുടെ പ്രധാന ചുമതല ഗാസയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരികയാണ്. ഈജിപ്ത്, ഖത്തർ, UAE, തുർക്കി, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ബോർഡിലുണ്ട്. അതേസമയം ഗാസയിലും ലെബനോണിലും ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം തുടരുകയാണ്. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൺ ഇസ്രായേലി ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നു. ഖമേനിയുടെ വിലാപയാത്ര ഗൂമിൽ. US-ഇസ്രായേൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ ഇറാനിലെ വിശുദ്ധ നഗരമായ ഗൂമിലെത്തി. അന്തിമ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനായി ജനലക്ഷങ്ങൾ നഗരത്തിൽ തടിച്ചുകൂടി. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് ജനങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ബുധനാഴ്ച ഇറാഖിലെ ഷിയ പുണ്യ നഗരങ്ങളായ കർബലയിലും നജാഫിലും വിലാപയാത്രയെത്തും. വ്യാഴാഴ്ച ഖമേനിയുടെ ജന്മനാടായ മഷാദിലാണ് ഖബറടക്കം. ഇതിനിടെ ഹോർമൂസിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഹോർമൂസ് കടലിടുക്കിൽ 3 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒമാൻ തീരത്തിന് സമീപം ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങുകയായിരുന്ന ഖത്തറിൽ നിന്നുള്ള അൽ-റക്കായത്ത് എന്ന LNG ടാങ്കറും സൗദി അറേബ്യയുടെ വെജിയാൻ എന്ന ക്രൂഡ് ഓയിൽ സൂപ്പർ ടാങ്കറും മറ്റൊരു കപ്പലുമാണ് ആക്രമിക്കപ്പെട്ടത്. ഒമാനെ 8 നോട്ടിക്കൽ മൈൽ കിഴക്ക് കടലിടുക്കിലൂടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടാങ്കറിൻ്റെ ഇടതുവശത്താണ് മിസൈൽ പതിച്ചത്. എഞ്ചിൻ റൂമിൽ തീപിടുത്തമുണ്ടായി. ആളപായമില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതർ, അധികൃതർ അറിയിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ചതിനെ തുടർന്നാണ് LNG ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായതെന്നാണ് ഇറാൻ TV ചാനലിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ഇറാൻ നിർദ്ദേശിച്ച സുരക്ഷിത പാതയിലൂടെയല്ലാതെ ഒമാൻ തീരത്തോട് ചേർന്ന് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചതാണ് കപ്പലുകൾക്ക് ആക്രമിക്കപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ സൈന്യം കടൽ മൈനുകൾ നീക്കുന്ന മേഖലയിലേക്ക് കപ്പലുകൾ പ്രവേശിച്ചതാകാം ആക്രമണത്തിന് കാരണമെന്നാണ് സംശയം.